ഇനി ശിവോഹ ത്രാടകയാണ്. ശിവോഹ ത്രാടക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവോഹം പഠിച്ചിട്ടുള്ളവർക്ക് മാത്രം പ്രാക്ടീസ് ചെയ്യേണ്ട സംഭവമാണ്. അപ്പോൾ ശിവോഹത്തിൻ്റെ ഡേ പ്രൊസീജിയറും നൈറ്റ് പ്രൊസീജിയറും കഴിഞ്ഞ് ദീക്ഷ സ്വീകരിച്ചതിന് ശേഷം അവർ അത്യാവശ്യം നന്നായിട്ട് ചെയ്തു പോകുമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് സിംബോളിക് ഉണ്ട് ശിവോഹത്തിൻ്റെ. ശിവോഹം സിംബോളിക് കൊടുക്കും, സിംബോളിക് പ്രൊട്ടക്ഷൻ എന്ന് പറയും. ഇപ്പം അവർ ചെയ്യുന്ന പ്രൊട്ടക്ഷൻ ഒരു താന്ത്രിക രീതിയിലുള്ള പ്രൊട്ടക്ഷനാണ്. അതിനും അപ്പുറം സിംബോളിക് കൊണ്ട് പ്രൊട്ടക്ട് ചെയ്യും. ടൈമില്ല, ഇത്രയും ടൈം എടുത്ത് ചെയ്യാൻ പറ്റുന്നില്ല. ഓരോ ആൾക്കാർക്കും ഓരോ സ്റ്റെപ്പാണ്. ചിലവർക്ക് വരുന്നത് 4 മെട്രിക്സാണ്, 5:21, 5:21. ചിലവർക്ക് 1:5, 1:5 ആയിരിക്കും. ചിലവർക്കാണെന്നുണ്ടെങ്കിൽ 5:108 ആയിരിക്കും. അപ്പോൾ ഓരോ ആൾക്കാർക്കും ഓരോ രീതിയിലായിരിക്കും. ഇതൊന്നും ഇല്ലാതെ സിംബോളിക് പ്രൊട്ടക്ഷൻ ഇടാം. അപ്പോൾ എമർജൻസി ആയിട്ട് സിംബോളിക് പ്രൊട്ടക്ഷൻ ഇട്ട് പോയി കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് എനർജി നമ്മളെ ബാധിക്കില്ല. അങ്ങനെ സ്റ്റേജിലെത്തിയവർക്ക് ഈ ശിവോഹ ത്രാടക ചെയ്യാം. ശിവോഹ ത്രാടക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാദേവന്റെ 3ാം കണ്ണാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്, തേർഡ് ഐ. ഈ തേർഡ് ഐ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ തേർഡ് ഐ ഓപ്പൺ ആവുന്നതാണ്. അപ്പോൾ ചോദിക്കും, ചേട്ടൻ്റെ തേർഡ് ഐ ഓപ്പൺ ആയിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഞാൻ ഒരിക്കലും ഒരിടത്തും എൻ്റെ തേർഡ് ഐ ഓപ്പൺ ആയെന്ന് പറയുന്നില്ല. പക്ഷേ പല സിംറ്റംസ് നമുക്ക് കിട്ടും, പല മെസ്സേജ് നമുക്ക് കിട്ടും. അത് ഏതൊരു വ്യക്തിക്കും, ഏതൊരു എസ്പെഷ്യലി കുട്ടികൾക്കും അപ്പുറം ഇന്ന് ഏറ്റവും കൂടുതൽ മൾട്ടി ടാസ്കിങ് എബിലിറ്റി ഉള്ള ലേഡീസിനാണ്, അല്ലേ? ഒരേ സമയം വീട്ടുകാര്യങ്ങൾ ചെയ്യുന്നു, ഓഫീസ് കാര്യങ്ങൾ ചെയ്യുന്നു, പല ബ്ലെയിം കേൾക്കുന്നു, പല ക്രിറ്റിസിസത്തിൽ കൂടെ കടന്നു പോകുന്നു. അതിനുമപ്പുറം സസ്റ്റൈനബിലിറ്റി ഗ്രോത്തിന് വേണ്ടി അവർ ഡെയിലി പല കാര്യങ്ങൾക്ക് ഇൻവോൾവഡ് ആണ്. ഇൻവോൾവ്ഡിനകത്ത് സ്ട്രഗിൾസ് ഉണ്ട്. ഈ സ്ട്രഗിൾസിൻ്റെ ഇവരുടെ ഹഡിൽസ് കുറയ്ക്കാൻ വേണ്ടി ഈ ശിവോഹ ത്രാടക വന്നു കഴിഞ്ഞാൽ ജെൻസിനും വേണ്ടാന്നുള്ളതല്ല, ഒരു പരിധിവരെ ഇവർക്ക് ഇൻഡ്യൂഷൻസ് കിട്ടും. ഈ ഇൻഡ്യൂഷൻസ് കിട്ടാൻ വേണ്ടിയാണല്ലോ നമ്മൾ ഈ തേർഡ് ഐ ഓപ്പൺ ചെയ്യാൻ നടക്കുന്നത്. ഇൻഡ്യൂഷൻസ് ഭയങ്കര അതിഭീകരമായി കിട്ടും. അതായത് പല സംഭവങ്ങളും നമ്മളിപ്പോൾ നാളെ എങ്ങോട്ടെങ്കിലും പോകുന്നെന്ന് വെച്ചോളും. അപ്പോൾ ഡിസിഷൻ എടുത്തിട്ടില്ല, കാറിൽ പോകണോ അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ പോകണോ ട്രെയിനിൽ പോകണോ, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഇൻഡ്യൂഷൻസ് കിട്ടും. ചിലപ്പോൾ സ്വപ്നത്തിലായിരിക്കും കിട്ടുക. സ്വപ്നത്തിലൊരു ഫ്ലൈറ്റിൻ്റെ ഫോട്ടോ കാണിച്ചു തരും. അപ്പോൾ അത് ഇൻഡ്യൂഷൻസ് ആണെന്ന് മനസ്സിലാക്കണം. നമ്മൾ സ്വപ്നം കാണും ഫ്ലൈറ്റ്, അപ്പോൾ നാളെ പോകുന്നത് എങ്ങോട്ടായിരിക്കും, പക്ഷെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ടില്ല. അതെല്ലാം ഇൻഡ്യൂഷൻസിൻ്റെ ഭാഗങ്ങളാണ്. നമുക്ക് കിട്ടുന്ന ഇത് ഉണരുന്ന സമയത്ത് നമുക്ക് പല മെസ്സേജസ് ഇമേജസ് ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ അത് മനസ്സിലാക്കാനുള്ള സംഭവം ശിവോഹ ത്രാടകയിൽ വരുമ്പോൾ മനസ്സിലാവും. ഭഗവാന്റെ 3ാം കണ്ണാണ് നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നത്. ഇവിടെ ഈ ഫ്ലെയിം ഉണ്ടാവില്ല. ഫ്ലെയിമിന് പകരം ഒരു 1-2 പ്രക്രിയയുണ്ട്. പക്ഷേ ഈ ഭഗവാന്റെ 3ാം കണ്ണ് നിങ്ങൾ വെറുതെ ഇരുന്നിട്ട് ഈ ത്രാടക ചെയ്യുന്ന ഒരാളാണെങ്കിൽ പക്ഷെ ഒരു ഭയങ്കര എനർജി നമുക്ക് കൺസീവ് ചെയ്യും. ആ എനർജിയെ നമ്മൾ ബോഡിക്ക് താങ്ങാനുള്ളൊരു ക്യാപ്പബിലിറ്റി ഉണ്ടാക്കി വെക്കാനാണ് ശിവോഹം ചെയ്തവർ ചെയ്യാൻ പറഞ്ഞത്. അല്ലെങ്കിൽ ആർക്കും ചെയ്യാം. വളരെ പെട്ടെന്ന് ഇരുന്നിട്ട് മഹാദേവന്റെ ഒരു തൃക്കണ്ണ് അല്ലെങ്കിൽ 3ാം കണ്ണ് നമ്മൾ വിഷ്വലൈസ് ചെയ്തിട്ട് നോക്കി കറക്റ്റായിട്ട് ഫ്രണ്ട്ലി എനർജി കിട്ടും. എത്രയോ പേർക്ക് മഹാദേവനെ കാണാൻ പറ്റുന്നു, അല്ലെങ്കിൽ എത്രയോ പേര് ദശനാഥങ്ങൾ കേൾക്കുന്നു എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ഭയങ്കര ഹാപ്പിയാണ് ഞാൻ വിളിച്ചു പറയുമ്പോൾ. പക്ഷേ ഇത് ചെയ്യുമ്പോൾ ഇമ്മീഡിയറ്റ്ലി ക്യാപ്പബിൾ ആവണം. അപ്പോൾ സാധാരണ ത്രാടകയെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ത്രാടക നമ്മുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നു. എല്ലാവർക്കും അവരുടെ ഒരു ഓർമ്മശക്തി, നമ്മളെല്ലാവരും ഇപ്പോൾ ഈ ഡേ ടു ഡേ അത്രയും ബിസി സ്കെഡ്യൂളിലല്ലേ, ഓർമ്മ ഉണ്ടാവണമെന്നില്ല. ഇപ്പം നമുക്ക് പോലും ചിലപ്പോൾ ചില കേസ് കണ്ടന്റ് ഓർമ്മ ഉണ്ടാവണമെന്നില്ല. പറയുന്നൊരു കാര്യം ഞാൻ മറന്നുപോയി. അതിനി പറയരുത്. ഈ മറന്നുപോയെന്ന് പറയുമ്പോൾ ഈ വേർഡിങ്സ് ആണ് നമ്മൾ യൂണിവേഴ്സിലേക്ക് സമർപ്പിക്കുന്നത്. അത് വീണ്ടും റെപ്പിറ്റേഷൻ വരും. എനിക്ക് ഓർമ്മയുണ്ട്, ശരിക്കും മറന്നുപോയതാണെന്ന് വെച്ചോ, എനിക്ക് ഓർമ്മയുണ്ട്, എനിക്ക് ഓർമ്മ കിട്ടും. അങ്ങനെ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് കൊടുക്കണം. അപ്പം ബ്രെയിന് ഈ സബ് കോൺഷ്യസ് മൈൻഡ് എപ്പോഴും ഓപ്പൺ ആണ്, എന്ത് കൊടുത്താലും എടുക്കും. കോൺഷ്യസ് മൈൻഡ് എന്ത് കൊടുത്താലും എടുക്കണമെന്നില്ല. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ എന്ത് കൊടുക്കും, നല്ല ഫുഡ് കൊടുക്കുകയാണെങ്കിൽ മാത്രമേ കൊച്ചുകുട്ടികൾ നല്ല ഫുഡ് കൊടുത്താൽ വളരുമെന്ന് പറയുന്നില്ലേ, അതുപോലെയാണ് ഈ മറന്നുപോയെന്ന് പറയരുത്. എനിക്കെല്ലാം ഓർമ്മയുണ്ടെന്ന് പറഞ്ഞാൽ ഡേ ടു ഡേ ഇമ്പ്രൂവ് ആവും. അപ്പോൾ ത്രാടക പ്രാക്ടീസ് ചെയ്യുന്നത് എന്നും നല്ലത് തന്നെയായിരിക്കും. അതെ. ഇപ്പോൾ കൊച്ചുകുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഫോൺ അഡിക്ഷൻ ഭയങ്കരമായിട്ട് കൂടി വരുന്ന ഒരു സമയം. അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു ദേഷ്യമൊക്കെ ഒരുപാട് കൂടുതലാണ് കുട്ടികളിലൊക്കെ. അപ്പോൾ ഇതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ത്രാടക പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പറ്റുന്നതാണ് പ്രതിഭട്ട പറയുന്നത്. ഒരുപാട് ബെനിഫിറ്റ് ആണ്. അതായത് എല്ലാ കുട്ടികളും, അതായത് വളരെ ചെറുപ്പം മുതൽ നമ്മൾ വെറുതെ ഒരു മെഴുകുതിരി വെച്ചിട്ട് നോക്കിയിരുത്തിക്കുക, ഇരിക്കാൻ പറയണം. കുട്ടികൾക്ക് രസമായിട്ടിരിക്കും.
ആദ്യം കോൺസെൻട്രേഷൻ വരില്ല. കുറച്ച് ദിവസം കഴിഞ്ഞ് കുട്ടികൾ ഇരിക്കും എന്ന ടെൻഡൻസി ആകുമ്പോഴും മെഴുകുതിരി മാറ്റുക, എന്നിട്ട് ഈ ദീപം വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നിബന്ധനകളിലേക്ക് പറഞ്ഞു കൊടുക്കുക. കുറേശ്ശെ കൊടുത്ത് അവരെ റെഡിയാക്കി എടുക്കുക. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഇരിക്കും. കുറച്ച് ദിവസം ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ, ആദ്യം ഇരിക്കില്ല, കണ്ണീര് വരും, ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ കുറച്ച് ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ ഇവരെന്നെ അഡിക്റ്റഡ് ആവും. അഡിക്റ്റഡ് ആയി കഴിഞ്ഞാൽ ഒരു ലൈഫിലൊരു സ്റ്റെബിലിറ്റി ഉണ്ടാവും. സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അൺവാണ്ടഡ് അഡിക്ഷൻസിനെ മാറ്റാൻ പറ്റും. ഇത് ചെയ്ത് നോക്കുമ്പോഴാണ് മനസ്സിലാവുക. നമുക്കൊരു കാന്തിക ഊർജ്ജം നമ്മളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമുക്ക് ലാസ്റ്റ് എഴുന്നേറ്റ് പോകാൻ പറ്റില്ല. ഇതിൻ്റെ വേറൊരു ടോപ്പ് വെർസറ്റാലിറ്റി ഉണ്ട്. ഒട്ടും പഠിക്കാത്ത കുട്ടിയാണെന്നുണ്ടെങ്കിൽ, മെമ്മറി നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, നോർമലി എന്താ പറയുക, ഒരു പെൻസിൽ എടുത്തിട്ട് പെൻസിലിനെ നെമ്പിൽ ഫോക്കസ് ചെയ്യാൻ പറയും. കുറേ സമയം ഫോക്കസ് ചെയ്യാൻ പറയും. എന്നിട്ടും ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. പക്ഷെ ത്രാടൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ 100% ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാകും. അതുപോലെ ഈ കുട്ടികൾക്കുണ്ടാകുന്ന ഈ ഓവർ ടെംപ്റ്റേഷൻസ് ഉണ്ട്. പെട്ടെന്ന് ദേഷ്യം വരും. വരുന്ന ഇപ്പോൾ ഈവൻ നമുക്കും വരും. പക്ഷേ പാരൻസിൻ്റെ, അതായത് ഒരു കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉള്ള സമയങ്ങളിൽ അമ്മയ്ക്കുണ്ടാകുന്ന എന്തൊക്കെ മാനസികമായിട്ടുള്ള പ്രതിസന്ധി ഉണ്ടോ അത് കുട്ടിയെ ബാധിക്കും. അമ്മ ഭയങ്കര സന്തോഷവതിയായിരുന്നെങ്കിൽ കുട്ടി ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കും. അമ്മ അത്രയും സ്ട്രഗിളിൽ കൂടെ കടന്നു പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി കുട്ടിയെ എഫക്റ്റ് ചെയ്യും. ഡെലിവറി കഴിഞ്ഞ് വന്നതിന് ശേഷം ഡേ ബൈ ഡേ കുട്ടിക്ക് ആ ഒരു സംഭവം ഉണ്ടാവും, ക്യാരക്ടറിൽ കൂടെ തന്നെ ഉണ്ടാവും. അത് ഇനിഷ്യൽ സ്റ്റേജിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു പോകുമ്പോൾ കുട്ടിക്ക് നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ്സ് മാത്രമല്ല, ഒരു ചെറുതിലേ ശീലിപ്പിക്കുന്ന കുട്ടി ഒരു 3-4 വർഷം കഴിയുമ്പോഴുള്ള കുട്ടിക്ക് യൂണിവേഴ്സായിട്ട് ഭയങ്കര കണക്റ്റഡ് ആയിരിക്കും. പല കാര്യങ്ങളും കുട്ടി അറിയും. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്, കുട്ടി എന്ത് മിടുക്കനാ, ആ കുട്ടിയുടെ സോള് നല്ല സോളാ. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് ബോധോദയം എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് കുട്ടി വരും. ഇപ്പോൾ സോള് നല്ലതല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ, ഇപ്പൊ കുട്ടിയായിരുന്നിരിക്കുന്ന സമയത്ത് ഒരുപാട് ട്രോമകളൊക്കെ ഉണ്ടായിരുന്നിരുന്ന ഒരു കുട്ടിയാണ് എന്ന് വെക്കുക. അപ്പോൾ ഒരു 5-6 വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ത്രാടക പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ക്യാരക്ടറിന് എന്തെങ്കിലുമൊക്കെ മാറ്റം വരും? ഒരുപാട് മാറ്റം വരും. അതായത് ഒരു കുട്ടി എപ്പോഴും എന്തുകൊണ്ടാണ് ഒരു ഈ പറയുന്ന ബാഡ് കർമാസിലേക്ക് വരുന്നത്, ഈ മരണം കഴിഞ്ഞ് പോയതിനു ശേഷം വീണ്ടും റീബർത്ത് എടുക്കുന്ന സമയത്ത് പാരൻസിനെ സെലക്ട് ചെയ്യുന്നത് നമ്മളാണ്, അല്ലേ? നമ്മൾ പാരൻസിനെ സെലക്ട് ചെയ്ത് ഇവിടെ വന്ന് അമ്മയുടെ ഗർഭപാത്രത്തിൽ വന്ന് നമ്മളെ രൂപം കൊണ്ട് കുട്ടിയായിട്ട് ജനിച്ച് മാക്സിമം അനുഭവിക്കേണ്ടതൊക്കെ അനുഭവിച്ചാൽ പുറത്ത് വരുന്നത്. അപ്പോൾ നമ്മളൊരു കാർമിക് ദോഷം അവിടെ ക്ലിയർ ചെയ്താൽ വരുന്നത്. നമ്മുടെ കർമ്മം അവിടെ ഓൾറെഡി ഉണ്ട്, അനുഭവിച്ച് പോയാലേ പറ്റൂ. അനുഭവിച്ച് ജനനമായി വരണ സമയത്ത് വീണ്ടും അനുഭവിക്കാൻ റെഡിയായിരിക്കുന്നത്. അപ്പോഴാണ് ഈ ത്രാടക പ്രാക്ടീസ് ചെയ്യാൻ പാരൻസ് കൊടുക്കുകയാണെങ്കിൽ കുട്ടി ആ സമയം മുതൽ ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് വരികയാണ്. കുറച്ച് ദിവസം കഴിയുമ്പോൾ യൂണിവേഴ്സായിട്ട് കണക്റ്റഡ് ആവും. അപ്പോൾ യൂണിവേഴ്സായിട്ട് കണക്റ്റഡ് ആയാൽ എന്താ ബെനിഫിറ്റ്? നമ്മളെ തേടി വരുന്നതെല്ലാം നല്ലതേ വരുള്ളൂ. കുറേ കാർമികോടെ മാറിപ്പോകും. ഇവിടെയൊക്കെയാണ് ഈ ബ്ലസ്ഡ് എന്ന് പറയുന്നത്. ഈ പ്രേരിത ഗുരു എന്ന് പറയും, ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളൊക്കെ സംസാരിച്ച മാറ്ററാണ്. ഇപ്പൊ അതുപോലെ ഈ പ്രേരിതമായ ചിലപ്പോൾ പാരൻസ് ആയിരിക്കും വരിക, പ്രേരിതമായ ഒരാളായിരിക്കും വരിക, ഇത് ചെയ്യിപ്പിക്കുമെന്ന് പറയും. നമ്മൾ ഏതൊരു ബന്ധമില്ലാത്ത ഒരാൾ വീട്ടിലെന്ന് പറയും, ആ കുട്ടി അത് ചെയ്യിപ്പിക്കുമെന്ന് പറയും. അപ്പൊ നമ്മൾ വിചാരിക്കും ഇയാൾക്ക് എന്ത് ക്വാളിറ്റി ഉണ്ട് പറയുന്നത്, നോർമലി ചിന്തിക്കാറുണ്ട്. പക്ഷെ അത് അദ്ദേഹം ഒരു യൂണിവേഴ്സിന്റെ പാർട്ടായിട്ട് അവിടെ വന്നേക്കുന്നത്. അദ്ദേഹത്തിന്റെ കർമ്മം പറയുക എന്നുള്ളതാണ്. അദ്ദേഹം പോയി എടുക്കണോ വേണ്ടേ എന്നുള്ളത് നമ്മുടെ നിയോഗമാണ്. നമുക്ക് നല്ലത് എത്തിച്ചേരാൻ നിയോഗം ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കും, അല്ലെങ്കിൽ ബ്ലെയിം ചെയ്യും. പിന്നെ അയാൾ പറയുന്നത് കേൾക്കാൻ പോകുന്നു എന്ന് പറയും. സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരും ആ കാറ്റഗറി വരുന്നതാണ്. ഇത് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ അദ്ദേഹത്തിനെ അവോയ്ഡ് ചെയ്യില്ല. അദ്ദേഹം ഒരു സോളാണ്, മനുഷ്യന്റെ രൂപത്തിൽ നമ്മളെടുത്ത് വരുന്നു, അതെല്ലാം ഓക്കെ. ആ സോളിനെ വിട്ടയ്ക്കുന്നത് ആരാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു സംഭവം നമുക്ക് എന്ന് വരുന്നോ അന്ന് ഇതെല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ കുട്ടിക്ക് 100% മാറ്റം വരും എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏത് തരം ജ്യോതിഷപരമായ, പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ കൺസൾട്ടന്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. അതിലുപരി ജ്യോതിഷപരമായ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല. താങ്ക് യു.